ഹായ്, നിങ്ങളുടെ വീട്ടിൽ 5ാം ക്ലാസ്സിലോ അതിനടുത്ത ക്ലാസ്സുകളിലോ പഠിക്കുന്ന കുട്ടികളുണ്ടോ? എങ്കിൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ച് സമയം കളയാണോ? അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു മടുപ്പൊക്കെ തോന്നുന്നുണ്ടോ? അപ്പോൾ പല മാതാപിതാക്കളുടെയും വലിയൊരു ടെൻഷൻ ആയിരിക്കും ഇതല്ലേ. അങ്ങനെയാണെങ്കിൽ ടെക്നോളജിയെ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടെക്നോളജി കുട്ടികളുടെ ഏറ്റവും മികച്ചൊരു അധ്യാപകനായിട്ട് മാറ്റാൻ നമുക്ക് പറ്റും. 5ാം ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സമയമാണ്. പുതിയ വിഷയങ്ങളായിട്ടുള്ള സയൻസ്, മാത്സ് ഒക്കെ കുറച്ചുകൂടെ സീരിയസ് ആയി മാറുന്ന, കുറച്ചുകൂടെ സീരിയസ് ആയി പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ് 5ാം ക്ലാസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് അവരുടെ പഠനം എളുപ്പമാക്കാനും അറിവ് രസകരമായിട്ട് നേടാനും സഹായിക്കുന്ന ചില കിടിലൻ എഡ്യൂക്കേഷണൽ ഗാഡ്ജറ്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും സ്ക്രീൻ ഇല്ലാത്ത നോൺ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം അവസാനം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില സ്ക്രീൻ ടൈം സേഫ്റ്റി ടിപ്സ് കൂടെ ഞാൻ പറയുന്നുണ്ട്. സോ ഒന്നാമത്തെ ഗാഡ്ജറ്റ് ആണ് LCD റൈറ്റിംഗ് പാഡ്. അപ്പോൾ ആദ്യത്തെ ഗാഡ്ജറ്റ് വളരെ ലളിതമാണ്, എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവമാണ് LCD റൈറ്റിംഗ് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ചെറിയൊരു ഡിജിറ്റൽ സ്ലേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ എഴുതാനും വരയ്ക്കാനും ഒക്കെ ഒരു പെൻ ഉണ്ടാവും. ഒരു ബട്ടൺ നമ്മൾ അമർത്തുകയാണെങ്കിൽ അതിൽ എഴുതിയതെല്ലാം ഇറേസ് ആയി പോകും, മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ണുകളെ ബാധിക്കുന്ന നമ്മളെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ബ്ലൂ ലൈറ്റ് ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഇത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്കുകൾ ചെയ്ത് നോക്കാനും സ്പെല്ലിംഗ് പഠിക്കാനും ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലേ. നമ്മൾ ഒരുപാട് പേപ്പറൊക്കെ നമ്മൾ കുറെ വേസ്റ്റ് ആക്കുന്നതിന് പകരം ഈ ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലേറ്റിൽ എഴുതുന്ന പോലെ എഴുതി പഠിക്കാം. കണക്കുകളൊക്കെ എഴുതി ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. കുറെ റഫ് വർക്കുകൾ ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. സോ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത് റൈറ്റിംഗ് പാഡ് എന്ന് പറയുന്നത്. സോ ഇത് കണക്ക് പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രോയിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ കുട്ടികൾക്ക് എന്തായിരിക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഗാഡ്ജറ്റ് ആണ് ഇന്ററാക്റ്റീവ് സ്മാർട്ട് ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ജോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് ആണ് ഇന്ററാക്റ്റീവ് സ്മാർട്ട് ഗ്ലോബ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഷിഫു ഓർബൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഗ്ലോബ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഗ്ലോബാണിത്. എന്നാൽ നമ്മൾ ഇത് മൊബൈലിലോ ടാബിലോ ഉള്ള ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ആ ഗ്ലോബിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഓരോ രാജ്യത്തുമുള്ള മൃഗങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ബിൽഡിങ്സ്, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ എന്നിവയൊക്കെ 3D ആയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചു തരും. ഓഗ്മെന്റഡ് റിയാലിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ വെറുതെ പുസ്തകം വായിച്ച് രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും കുട്ടികളിൽ അത് നേരിട്ട് പഠിക്കുമ്പോഴുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും അവർക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിർത്താനും ഒക്കെ ഈ ഒരു ഡിവൈസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സോ ഇത് സയൻസിനോടും അതേപോലെ തന്നെ ലോക വിവരങ്ങളോടും ഒക്കെ കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഗാഡ്ജറ്റ് ഒരു നോൺ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ആണ്. സയൻസ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സമ്മാനമാണ് ഒരു ബിഗിന്നർ മൈക്രോസ്കോപ്പ് കിറ്റ് ആണ് മൂന്നാമത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ചെറിയൊരു മൈക്രോസ്കോപ്പും അതിന്റെ ചില സ്ലൈഡുകളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഈ ഒരു ഗാഡ്ജറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇലകളിലെ കോശങ്ങൾ, പ്രാണികൾ, ഉപ്പുതരികൾ എന്നിവ സൂക്ഷ്മമായി കാണാനും ഇത് സഹായിക്കുന്നുണ്ട്. സയൻസ് എന്നത് നമ്മൾ കാണാപ്പാഠം പഠിക്കാനുള്ളതല്ല, മറിച്ച് കണ്ടുപിടിക്കാനുള്ളതാണെന്നുള്ള ബോധം ആ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലും മികച്ചൊരു ഗാഡ്ജറ്റ് വേറെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രകൃതിയെ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ള, സയൻസ് വിഷയങ്ങളോട് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഈ നമ്മളുടെ ഈ ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ ഡിവൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു റീഡർ ആണ്. നമുക്കറിയാം ആമസോൺ കിൻഡിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അത് കുട്ടികളുടെ വായനാശീലം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഈ റീഡർ എന്ന് പറയുന്നത്. സോ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഡിജിറ്റൽ ഡിവൈസ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. ഇതിൽ ഇന്റർനെറ്റ് ബ്രൗസിങ്ങും അതേപോലെ തന്നെ യൂട്യൂബ്, ഗെയിമുകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇതിന്റെ സ്ക്രീൻ യഥാർത്ഥത്തിൽ ഒരു ബുക്ക് പോലെ അല്ലെങ്കിൽ കടലാസ് പോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മൊബൈലിൽ കഥകൾ വായിക്കാൻ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഗെയിമിലേക്കൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കിൻഡിൽ അവർക്ക് പുസ്തകങ്ങൾ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ കിൻഡിൽ. അപ്പോൾ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിക്ഷണറി ഉണ്ട്. അത് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഇംഗ്ലീഷ് വാക്കുകളും അർത്ഥമൊക്കെ അപ്പോൾ തന്നെ പഠിക്കാൻ സഹായിക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞ ഗാഡ്ജറ്റുകളേക്കാളും കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികൾ നല്ല വായിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളിൽ വായനാശീലം വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ആമസോൺ കിൻഡിൽ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് പറയാനുള്ളത്. ഒരുപാട് പുസ്തകങ്ങളൊന്നും വാങ്ങിച്ചു വെക്കാൻ സ്പേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ഗാഡ്ജറ്റ് ആണ് DIY റോബോട്ടിക്സ് അല്ലെങ്കിൽ സയൻസ് കിറ്റുകൾ എന്ന് പറയുന്നത്.
ഇത് നമുക്ക് സ്വയം അസംബിൾ ചെയ്ത് ഉണ്ടാക്കാവുന്ന ചെറിയ റോബോട്ടുകൾ അല്ലെങ്കിൽ മോട്ടോറുകൾ, സർക്യൂട്ടുകൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഈ ഒരു റോബോട്ടിക്സ് കിറ്റ് അല്ലെങ്കിൽ സയൻസ് കിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആവിഷ്കാർ അല്ലെങ്കിൽ സ്മാർട്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ഇതുപോലത്തുള്ള കഴിവുകൾ കുട്ടികളിൽ വികസിപ്പിക്കാനും സഹായിക്കും. ഫിസിക്സിലെ പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു പഠിക്കാനും ഈ കിറ്റുകൾ അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കളിപ്പാട്ടങ്ങൾ റിപ്പയർ ചെയ്തിട്ട് അയച്ചു പണിയാൻ വേണ്ടിയിട്ടും പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 5 ഗാഡ്ജറ്റ്സ് കണ്ടു അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പല മാതാപിതാക്കളുടെയും ഉള്ളിൽ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, ഇതെല്ലാം കൂടെ ഞാൻ പിന്നെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. തീർച്ചയായിട്ടും ഇല്ല. നിങ്ങളുടെ കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് കുട്ടിക്ക് ഇപ്പോൾ സയൻസിനോടാണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾ മൈക്രോസ്കോപ്പ് വാങ്ങിക്കൊടുക്കാം. അതേപോലെ റീഡിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആമസോൺ കിൻഡിൽ വാങ്ങിക്കൊടുക്കാം. അതേപോലെ അവർക്ക് ഉപകാരപ്പെടുന്ന 1-2 സാധനങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട സേഫ്റ്റി ടിപ്സ് ആണ്. പ്രധാനമായിട്ടും നമ്മൾ പാലിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഡിജിറ്റൽ സ്ക്രീനുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ 20-20-20 എന്നുള്ള ആ റൂള് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 20 അടി ദൂരമുള്ള 20 ഫുട്ട് ദൂരമുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് 20 സെക്കൻഡ് നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക. അത് അവരുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളിൽ തീർച്ചയായിട്ടും പാരന്റൽ കൺട്രോൾ ഓൺ ആക്കി വെക്കാൻ നിങ്ങൾ മറക്കരുത്. ഗാഡ്ജറ്റുകൾ ടൂളുകളാണ്, അല്ലാതെ കുട്ടികളെ നോക്കാനുള്ള ഒരു ബേബി സിറ്റർ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ഈ ഒരു ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളും കൂടെ അവരുടെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് സന്തോഷം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 5ാം ക്ലാസ്സുകാരുടെ പഠനം എളുപ്പമാക്കാനും കൂടുതൽ രസകരമാക്കാനും സഹായിക്കുന്ന മികച്ച ഗാഡ്ജറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ കണക്കിന് നമുക്ക് LCD റൈറ്റിംഗ് പാഡും സയൻസിന് മൈക്രോസ്കോപ്പും അതേപോലെ റീഡിങ്ങിനായിട്ട് കിൻഡിലും ഒക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഗാഡ്ജറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, അത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഓൾറെഡി ഏതെങ്കിലും ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികളുള്ള ബാക്കിയുള്ള പാരന്റ്സിന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ എഡ്യൂക്കേഷണൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു വീഡിയോയിൽ ഒരു മികച്ച സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.